LDF-UDF പോരിനിടയിലേക്ക് BJP കൂടി കയറി നിന്നതാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിലുള്ള മാറ്റം. 35 നിയമസഭാ മണ്ഡലങ്ങൾ ലഭിച്ചാൽ കേരളം ഭരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പലതവണ പറഞ്ഞെങ്കിലും കയ്യിലുള്ള നിയമം വരെ പോയി. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമായിരുന്ന പാലക്കാട് കിട്ടിയതുമില്ല. ദേശീയ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ചെറുകക്ഷികൾക്കിടയിൽ എരിച്ചിൽ ഒഴിഞ്ഞ് നേരവുമില്ല. NCP പിളർന്നപ്പോഴും JDU-വും JDS-ഉം BJP-ക്കൊപ്പം പോയപ്പോഴും കേരളത്തിലെ നേതാക്കൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. എല്ലാവർക്കും ആശ്വാസമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് രൂപപ്പെട്ട ഇന്ത്യ സഖ്യം. എന്നാൽ ഈ പ്രതിപക്ഷ മുന്നണിയിലും പുതിയ പൊല്ലാപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ദേശീയ മുഖമായി നിൽക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെയും അപ്രഖ്യാപിത നേതാവ്. പാർലമെന്റിൽ കൂടുതൽ സീറ്റുള്ളതും പല സംസ്ഥാനങ്ങളിലും BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതുമാണ് അമരത്തിരിക്കാനുള്ള കോൺഗ്രസിന്റെ യോഗ്യത. എന്നാൽ കോൺഗ്രസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് മറ്റു ചില നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. BJP-യെ തുടർച്ചയായി തോൽപ്പിച്ച് കയ്യൂക്ക് കാണിച്ച നേതാവാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. മമതയുടെ തേരോട്ടത്തിൽ നിലം പതിച്ചത് BJP മാത്രമല്ല, 34 വർഷം ബംഗാൾ ഭരിച്ച CPM-ഉം കോൺഗ്രസുമെല്ലാം പെടും. കൂട്ടായി നിന്നാൽ മാത്രമേ ഫലമുണ്ടാകൂ എന്ന് മനസ്സിലാക്കി ദേശീയ തലത്തിൽ മമതയെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് തയ്യാറായെങ്കിലും ബംഗാളിലെ നേതാക്കൾ മുഖം തിരിച്ചത് തലവേദനയായി. എങ്കിലും BJP-ക്കെതിരായ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ നല്ലത് മമതയാണ് എന്ന് മുതിർന്ന നേതാക്കളെല്ലാം ആണയിട്ടു പറഞ്ഞു. ഇന്ത്യ സഖ്യത്തെ ബംഗാളിൽ ഇരുന്ന് നയിക്കാൻ തയ്യാറാണ് എന്ന് മമത പറഞ്ഞതോടെ ചർച്ച ചൂടുപിടിച്ചു. സഖ്യത്തെ നയിക്കാൻ മമതയ്ക്ക് കഴിയുമെന്ന് NCP അധ്യക്ഷൻ ശരത് പവാറും എടുത്തു പറഞ്ഞു. മമതയുടെ കരുത്തിന് പിന്തുണ നൽകി ശിവസേനയുടെ സഞ്ജയ് റാവത്തും രംഗത്തു വന്നു. ഏറ്റവും ഒടുവിൽ മമത നയിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് RJD നേതാവ് ലാലു പ്രസാദ് യാദവാണ്. മമതയെ മുന്നിൽ നിർത്തുന്നതിൽ കോൺഗ്രസിനുള്ള എതിർപ്പ് കാര്യമാക്കേണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മമതയുമായി കൂടെ ചേരാൻ SP-യുടെ അഖിലേഷിനും മടി കാണില്ല. ഒഡീഷയിലെ BJD-ക്കും തെലങ്കാനയിലെ BRS-നും മമതയോട് മമത കൂടുതലാണ്. കോൺഗ്രസും DMK-യും സമ്മതിച്ചാൽ അല്ലലില്ലാതെ മമത മുന്നിൽ നിൽക്കും. ഈ വേളയിലാണ് നിലമ്പൂർ MLA PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കം ശ്രദ്ധേയമാകുന്നത്. CPM-ഉമായി ഉടക്കി തമിഴ്നാട്ടിലെ DMK-യുമായി സഖ്യം ചേരാനുള്ള നീക്കം പിണറായി വിജയൻ തടഞ്ഞു എന്നാണ് അൻവറിന്റെ ആരോപണം. ഡൽഹിയിലെത്തി തൃണമൂലുമായുള്ള സഖ്യത്തിന് അൻവർ ശ്രമിക്കുന്നുമുണ്ട്. ഈ നീക്കം വിജയിച്ചാൽ അൻവർ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാകും. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ചില മേഖലകളിൽ നടത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ പദ്ധതി മുന്നിൽ വെച്ചാണത്രേ അൻവർ TMC നേതാക്കളുമായി ചർച്ച നടത്തിയത്. രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല അൻവർ. DMK പ്രവേശനം വഴിമുടക്കിയ പോലെ TMC പ്രവേശനം തടയാൻ CPM-ന് സാധിക്കില്ല എന്ന് അൻവർ കണക്കുകൂട്ടുന്നുണ്ട്. മമത ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലെത്തുകയും PV അൻവർ TMC-യുടെ ഭാഗമാകുകയും ചെയ്താൽ കേരള രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചാൽ അൻവറിന്റെ തട്ടകം ഡൽഹിയാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല.